നമസ്കാരം. പ്രധാന വാർത്തകൾ. ബജറ്റിനെതിരെ പ്രതിപക്ഷം. പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധവുമായി ഇന്ത്യ മുന്നണി. ധനമന്ത്രി നിർമ്മല സീതാരാമൻ ചൊവ്വാഴ്ച അവതരിപ്പിച്ച ബജറ്റ് വിവേചനപരമാണെന്ന് ചൂണ്ടിക്കാട്ടി പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധവുമായി ഇന്ത്യ മുന്നണി. പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ബജറ്റിൽ അവഗണിച്ചെന്നാരോപിച്ചാണ് പ്രതിഷേധം. രാജ്യസഭയിലും ലോക്സഭയിലും ശക്തമായ പ്രതിഷേധം തുടരാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ചേർന്ന ഇന്ത്യ സഖ്യ യോഗത്തിലാണ് പ്രതിഷേധം നടത്താൻ തീരുമാനിച്ചത്. ജമ്മുകാശ്മീരിൽ ഏറ്റുമുട്ടൽ, ഭീകരനെ വധിച്ചു. ജമ്മുകാശ്മീരിലെ കുപ്വാരയിലുണ്ടായ ഏറ്റുമുട്ടലിൽ സൈന്യം ഒരു ഭീകരനെ വധിച്ചു. ഏറ്റുമുട്ടലിനിടയിൽ ഒരു സൈനികന് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട്. 24 മണിക്കൂറിനിടെ കാശ്മീരിൽ നടക്കുന്ന രണ്ടാമത്തെ ഏറ്റുമുട്ടലാണിത്. ചൊവ്വാഴ്ച പൂഞ്ച് ജില്ലയിലെ നുഴഞ്ഞുകയറ്റ ശ്രമം സൈന്യം പരാജയപ്പെടുത്തിയിരുന്നു. അതിനിടയിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചിരുന്നു. പോലീസ് വാഹനം ഓവർടേക്ക് ചെയ്തു. ദലിത് യുവാവിന് ക്രൂരമർദ്ദനം. പോലീസ് വാഹനം ഓവർടേക്ക് ചെയ്തുവെന്നാരോപിച്ച് ദലിത് യുവാവിനെ ഉദ്യോഗസ്ഥർ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. ശുചീകരണ തൊഴിലാളിയായ രോഹിത് വാൽമീകിയാണ് പോലീസിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയത്. മധ്യപ്രദേശിലെ ഖജുരോഹയിലാണ് സംഭവം നടന്നത്. തന്റെ ഇരുചക്ര വാഹനത്തിൽ വീട്ടിലേക്ക് പോകുമ്പോഴാണ് പോലീസിന്റെയും ഇലക്ട്രിസിറ്റി വകുപ്പിന്റെ ഔദ്യോഗിക വാഹനങ്ങളെ താൻ മറികടന്നത്. എന്നാൽ ചില പോലീസുകാർ തന്നെ അധിക്ഷേപിക്കുകയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. സംഭവത്തിൽ പരാതി ലഭിച്ചതായും അന്വേഷണം നടത്തിവരികയുമാണെന്ന് പോലീസ് സൂപ്രണ്ട് അറിയിച്ചു. KSRTC ബസ്സിൽ നിന്നും സിഗരറ്റ് പിടിച്ചെടുത്തു. ബംഗളൂരു കോഴിക്കോട് KSRTC ബസ്സിൽ സിഗരറ്റ് പിടിച്ചെടുത്തു. ബസ്സിൽ കടത്താൻ ശ്രമിച്ച 80 പാക്കറ്റ് സിഗരറ്റ് KSRTCയുടെ വിജിലൻസ് വിഭാഗമാണ് പിടികൂടിയത്. ഇത് പിന്നീട് സംസ്ഥാന എക്സൈസ് വകുപ്പിന് കൈമാറി. ബസ്സിലുണ്ടായിരുന്ന ബാഗിനകത്താണ് സിഗരറ്റ് കണ്ടെത്തിയത്. ഈ ബാഗ് ആരുടേതാണെന്ന് വ്യക്തമല്ല. സംഭവത്തെക്കുറിച്ച് അറിവില്ലെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. എങ്കിലും ബസ്സിൽ നിയമവിരുദ്ധമായ കാര്യങ്ങൾ കണ്ടെത്തി നടപടിയെടുക്കേണ്ടത് കണ്ടക്ടറാണെന്ന നിലപാടിലാണ് KSRTC വിജിലൻസ് വിഭാഗം. അതിനാൽ കണ്ടക്ടർക്കെതിരെ വിജിലൻസ് ഇൻസ്പെക്ടർ വിജിലൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർക്ക് ശുപാർശ നൽകി. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ. സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ വിതരണം ഇന്ന് തുടങ്ങും. ഇതിനുള്ള 900 കോടി രൂപ കഴിഞ്ഞ ദിവസം ധനവകുപ്പ് അനുവദിച്ചിരുന്നു. ഒരു മാസത്തെ പെൻഷനാണ് ലഭിക്കുക. ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയവർക്ക് അതുവഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴിയും പെൻഷൻ എത്തിക്കും.